വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഒരു ആപ്പ് കാരണം 3 പേര് മരണപ്പെട്ടുവല്ല കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയാം. കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ഇത് യുപിയിൽ നടന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് യുപിയിൽ മാത്രമല്ല കേരളത്തിലും നടന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയിലും നടന്നിട്ടുണ്ട്, പലയിടത്തും നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല മരണം 3 അല്ല, ഇതിൽ കൂടുതൽ മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ 2 പേരാണ് മരിച്ചത്, മഹാരാഷ്ട്രയിൽ 1 പേരാണ് മരിച്ചത്, വേറെ സ്ഥലങ്ങളിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് യുപിയിലെ കാര്യം ആദ്യം നോക്കാം. യുപിയിലെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് പേര് ഒരു വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കലായിരുന്നു. ഒരു ബ്രിഡ്ജിലോട്ടാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ബ്രിഡ്ജ് അൺഫിനിഷ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവിടുന്ന് താഴേക്ക് വീണിട്ട് മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 3 പേരാണ് മരണപ്പെട്ടത്. കേരളത്തിന്റെ സിറ്റുവേഷൻ നോക്കിയാൽ കേരളത്തിൽ 2 പേര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പുഴയിൽ വീണിട്ടാണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മഹാരാഷ്ട്രയിലെ കാര്യം സിമിലർ ആണ്. ഒരു പുഴയിൽ വീണിട്ടാണ് അവരും മുങ്ങിയിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒക്കെ വില്ല എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്, ഗൂഗിൾ മാപ്പാണ്. നമുക്ക് യുപിയിലെ കേസ് നോക്കാം. യുപിയിലെ കേസിൽ 2 വശം നോക്കണം. ഇത് 2 വശം നോക്കുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ വശം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷന് ഫുൾ കോപ്പറേഷൻ നൽകുമെന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ ലയബിലിറ്റി അവർ എടുക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ പറയുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് വേൾഡ് മുഴുവനായിട്ടുള്ള മാപ്പാണ്. അതൊന്നും മാത്രമല്ല സാറ്റലൈറ്റ് വ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതുപോലെ തന്നെ ഇവരുടെ ചേഞ്ചസ് വരുന്നത് ഒന്നുകിൽ യൂസേഴ്സ് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻഫോം നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടായിരിക്കും ഇവർ ഇതിൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ ഇത്രയും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആപ്പാണ് അവരത് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെക്കഗ്നൈസ് ചെയ്തൊന്നും വരില്ല. അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള മാൻ പവർ ഇല്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ അതിലൊരു കാര്യം അവർ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, നമ്മൾ ഏതൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ആക്ച്വൽ, അതായത് റിയൽ റോഡിൽ നിന്നും ചിലപ്പം നമ്മൾ കാണിക്കുന്ന റോഡ്സിൽ ഡിഫറൻസസ് ഉണ്ടാവാം, അതിന്റെ മുഴുവൻ ലയബിലിറ്റി നിങ്ങൾക്കാണെന്ന് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ആയിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്ക് ഗവൺമെന്റ് സൈഡിൽ പോകാം. ഗവൺമെന്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇത് പൊളിഞ്ഞിട്ട് 1 വർഷമായി ഏകദേശം ഈ ഫ്ലഡിൽ സംഭവിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു സൈൻ ബോർഡോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബാരിക്കേഡോ എന്തെങ്കിലും വെക്കണമായിരുന്നു. എന്നാൽ അവിടെ അങ്ങനെ ഒരു സൈൻ ബോർഡോ ബാരിക്കേഡോ ഒന്നും ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവും 1 വർഷം കഴിഞ്ഞിട്ടും ഒരു ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെക്കാത്തതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ഗൂഗിൾ മാപ്പ് പോലത്തെ ആപ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അറിയുന്ന റോഡ് ആണെങ്കിൽ നമ്മൾ ഓക്കെ സ്പീഡിൽ പോകുന്നതിന് പ്രോബ്ലം ഇല്ല. എന്നാൽ അതേസമയം ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് അറിയാത്ത ഒരു റോഡിലൂടെയാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യണം. പരമാവധി സ്ലോയിൽ പോകാൻ ശ്രമിക്കണം. നമുക്ക് അറിയാത്ത ഒരു പരിചയമില്ലാത്ത റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സുരക്ഷിതമായിട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം എന്നാണ് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.